20ാമത് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം നിനാദം 2025 ചങ്ങനാശ്ശേരി MKHMMO ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിൻ്റെ സ്റ്റേജ് മത്സരങ്ങളുടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് മത്സരിച്ച ഇനങ്ങളിലൊക്കെ തന്നെ ഏറെ മികച്ച വിജയം കരസ്ഥമാക്കിയ രണ്ട് കൂട്ടുകാരികളാണ്. ഒരാൾ ശ്രീപാർവതി കുറഞ്ഞ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ശ്രീപാർവതിയും അതോടൊപ്പം തന്നെ പുല്ലുരാമ്പാറ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഐൻ ട്രീസയുമാണ്. ഐൻ ട്രീസ കേരള നടനം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ 3 ഇനങ്ങളിലും ജില്ലയിലേക്ക് എ ഗ്രേഡോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീപാർവതി മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും ജില്ലയിലേക്ക് എ ഗ്രേഡോടുകൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കേരള നടനത്തിൽ എ ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഇത് ഇപ്പോൾ 3 ഇനങ്ങളില്ലേ? ഏതൊക്കെ ഇനങ്ങളിലെ? കുച്ചിപ്പുടി, മോഹിനിയാട്ടവും കേരള നടനം. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള കേരള സെക്കൻഡ്, ഫസ്റ്റ് കിട്ടി. രണ്ടുപേരും ഒരേ അധ്യാപകനോ അധ്യാപകന് കീഴിൽ ഡോക്ടർ സജേഷ് എസ് നായർ. രണ്ടുപേരും പഠിക്കും. എത്ര കാലമായി രണ്ടുപേരും? ഞാൻ 7ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഞാൻ 4 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് വർഷത്തായി പരിശീലിക്കുന്നു അല്ലേ? ആദ്യമായിട്ടാണോ സ്കൂൾ കലോത്സവത്തിൽ അല്ലല്ല, 7ാം ക്ലാസ് തൊട്ട് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ മുക്കം ഉപജില്ലയിൽ ആദ്യമായിട്ടാണ്. ഞാൻ താമരശ്ശേരിയാണ്, കൊല്ലം കിട്ടും. ശരി, ഇപ്പോൾ മുക്കം ഉപജില്ലയിൽ ഹയർ സെക്കൻഡറി ആദ്യമായിട്ടല്ലേ പങ്കെടുക്കുന്നത്? അപ്പോൾ എന്ത് തോന്നുന്നു കലോത്സവത്തിന്? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അത്യാവശ്യം എല്ലാത്തിനും നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലായിരുന്നു. ഒത്തിരി ആളുകൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മത്സരമായിരുന്നു. നിങ്ങൾ തമ്മിൽ തന്നെ പരസ്പരം ഒരു നല്ല മത്സരം നടത്തിയോ? ഇല്ല, ഞങ്ങൾ ഇവിടെ ഹൈസ്കൂളാണ്, ഞാൻ ഹയർ സെക്കൻഡറി, അപ്പോൾ അതുകൊണ്ട് പരസ്പരം മത്സരിക്കേണ്ടി വന്നിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ജില്ലയിൽ പോയിട്ട് നല്ല ഉഷാറായിട്ട് കളിക്കണ്ടേ? അപ്പോൾ മുക്കം സബ് ജില്ലയ്ക്ക് വേണ്ടി ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് എത്തുന്ന 2 പേരാണെന്ന് നമുക്ക് അങ്ങ് പ്രതീക്ഷിക്കാം അല്ലേ? അറിയത്തില്ല, പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ ഇതിനു വേണ്ടി കലോത്സവത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പരിശീലനം നടത്താറുണ്ടോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ? ഡാൻസ് ക്ലാസ്സിൽ പോവാറുണ്ട്, അടവ് ക്ലാസ്സുകളിൽ പോവാറുണ്ട്. പിന്നെ ഐറ്റം പഠിക്കാൻ അല്ലാണ്ട് വേറെ പോവാറുണ്ട്. അങ്ങനെ തന്നെ ഐറ്റം പഠിച്ച് ഇതിൻ്റെ പ്രാക്ടീസിനായിട്ട് ഇപ്പം കലോത്സവത്തിന് മുന്നേ ഒരു 4-5-6 മാസം രാത്രി എന്നും പോയി പ്രാക്ടീസ് ചെയ്തു. കലോത്സവത്തിനായിട്ട് പ്രാക്ടീസ് അതും ഉണ്ടാവും. നൈറ്റിലൊക്കെ രാത്രിയൊക്കെ പോകും, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പ്രാക്ടീസിന് പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വരും. അല്ലാതെ ഡെയിലി ക്ലാസ് ആകെ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. നൃത്ത ഇനങ്ങളിൽ സാധാരണ കലോത്സവ വേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ള വരുന്ന ഒരു ഐറ്റമാണ് ഇപ്പം ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ ഇതുകളൊക്കെ അല്ലേ? കേരള നടനമായാലും ഒക്കെ എങ്ങനെയാണ് ഈ 3 ഐറ്റത്തിനൊക്കെ പോകുമ്പോൾ ഒരുപാട് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാഷനാണല്ലോ ഡാൻസ്. അന്നേരം ഡാൻസിനെ പാഷനാക്കി എടുക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എടുക്കാറില്ല. അത് ഞാനും അമ്മയും കൂടിയാണ്. ഞാൻ ഏറ്റവും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതെ, പക്ഷെ ഞാനും അമ്മയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ രാത്രി പ്രാക്ടീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും പിന്നെ ഇപ്പം ഫണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർക്കാണ്. പിന്നെ നമ്മളിതിനു വേണ്ടി എന്താ പറയുക, മോട്ടിവേറ്റ് ചെയ്യാൻ. അമ്മ എങ്ങനെ നൃത്തം ചെയ്യുന്ന കൂട്ടത്തിലാണോ? അമ്മ അവിടെ പഠിക്കുന്നുണ്ട് സാറിന് അവിടെ തന്നെ. അവിടെ വേറെ മദേഴ്സ് ബാച്ച് ഉണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, 2 പേർക്കും വേറെ അഭിനന്ദനങ്ങൾ. ജില്ലയിലും മത്സരിച്ച് 1ാം സമ്മാനിതരായി മടങ്ങി വരട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു.